നമുക്ക് കുഞ്ഞു സ്നേഹിയുടെ കഥ കേൾക്കാം. 9-ാം ഭാഗം. അങ്ങനെ സ്ഥലമൊക്കെ വീതം വെച്ചു. അവിടെ വസ്തു കിട്ടിയിട്ട് എന്തിനാ, ഞങ്ങൾ നാട്ടിലേക്ക് പോവാമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഒരു ഉപായം വെച്ചു, ആരെങ്കിലും ആ സ്ഥലം എടുത്തിട്ട് പൈസ കൊടുക്കാൻ. അങ്ങനെ ഭാസ്കരൻ കൊച്ചച്ഛൻ ആ സ്ഥലം എടുത്തിട്ട് പൈസ അമ്മയെ ഏൽപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഏട്ടനും കുഞ്ഞു സ്നേഹയും അമ്മയും കൂടി നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ വന്ന കുഞ്ഞു സ്നേഹ കണ്ടത് ഒരു കുഞ്ഞു ഓലപ്പുരയാണ്. ഒരു മുറിയും അടുക്കളയും തിണ്ണയുമുള്ള ഒരു കൊച്ചു വീട്. അവിടെ അപ്പോൾ കുഞ്ഞു സ്നേഹിക്ക് കണ്ണുടക്കിയത് ഒരു കൊച്ചു പെൺകുട്ടിയിലാണ്. അവളൊരു സുന്ദരിയായിരുന്നു. അവളുടെ മുടി മാമാട്ടിക്കുട്ടിയുടെ മാതിരി വെട്ടിയിട്ടാണ്. ഉണ്ടക്കണ്ണുകളും നല്ല ഭംഗിയുള്ളൊരു മുഖമൊക്കെയുള്ള ഒരു കുഞ്ഞു സുന്ദരിക്കുട്ടി. അവൾ അമ്മയുടെ അനിയത്തിയുടെ മകളായിരുന്നു. അവളുടെ ആങ്ങള ഷിബുവും ഉണ്ടായിരുന്നു. അവർ ഇവിടെ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. ഹൈ റേഞ്ചിലാണ് അവരുടെ വീട്. പിന്നെ ആ വീട്ടിൽ വലിയമ്മച്ചി വലിയച്ഛൻ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായി കുഞ്ഞു സ്നേഹയും കൂടി. പിറ്റേ ദിവസം സ്കൂളിൽ ചേർത്തു. 6-ൽ. കുഞ്ഞു സ്നേഹയുടെ ഏട്ടനും 6-ലായിരുന്നു. കുറേ നാൾ പഠിക്കാതെ ഇരുന്നിട്ട് പിന്നെ അമ്മയുടെ അടുത്ത് നിന്ന് പഠിക്കാൻ വിട്ടതാണ്. പക്ഷേ കുഞ്ഞു സ്നേഹിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. അമ്മയെ കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷമൊന്നുമില്ല. അമ്മയ്ക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്ന സ്നേഹമൊന്നുമില്ല. ഏട്ടനുമില്ല. എല്ലാവർക്കും ആ കുട്ടിയെയാണ് ഇഷ്ടം. അവിടെ കുഞ്ഞു സ്നേഹിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. മുറ്റം അടിക്കണം, വെള്ളം കോരി കൊടുക്കണം, അത് കഴിഞ്ഞാൽ പഠിക്കാനിരിക്കും. പക്ഷേ ഒരു സന്തോഷവും ഇല്ലായിരുന്നു കുഞ്ഞു സ്നേഹയ്ക്ക്. പയ്യെ അവിടമായിട്ട് ഇണങ്ങിച്ചേർന്നു. കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. വീടിൻ്റെ വാതിൽക്കൽ ഒരു കോർട്ടുണ്ടായിരുന്നു. അവിടെ കുഴിപ്പന്ത് കളി, ഞൊണ്ടിക്കളി, ഫുട്ബോൾ, അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ തോടും പുഴയും കാടുമൊക്കെയുള്ള സ്ഥലം. കുഞ്ഞു സ്നേഹ മലയിലായിരുന്നല്ലോ താമസിച്ചത്. അതുകൊണ്ട് നീന്താനൊന്നും അറിയില്ല. അമ്മാവൻ്റെ മൂത്ത മകൻ സുരേഷ് കുഞ്ഞു സ്നേഹയെയും ആ കുട്ടികളെയും നീന്താൻ പഠിപ്പിച്ചു. പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ പുഴയിൽ ചാട്ടം. കൂട്ടുകാർ ഇഷ്ടം പോലെ. അതുകൊണ്ട് വീട്ടിലെ സ്നേഹമില്ലായ്മ കുഞ്ഞു സ്നേഹ കാര്യമാക്കിയില്ല. എല്ലായിടത്തും കുഞ്ഞു സ്നേഹ മെലിഞ്ഞ കുട്ടി, കറുത്തു മെലിഞ്ഞ കുട്ടിയെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികളിലൊക്കെ സംഘം ചേർന്ന് തോൽപ്പിക്കുമായിരുന്നു കളിയിലൊക്കെ. ഓല കൊണ്ട് മെടഞ്ഞ പന്താണ്. കുഴിപ്പന്ത് കളിക്കാൻ ഓല മെടഞ്ഞ പന്താണ്. പക്ഷേ കുഞ്ഞു സ്നേഹ തോറ്റാൽ അതിൻ്റെ ഉള്ളിൽ കല്ലുവെച്ച് കെട്ടിയ പന്തുണ്ടാകും. കുഴിക്കരയിൽ ഇരുന്ന് ഉള്ളംകാലിനിട്ട് വലിച്ചെറിയും. ബാക്കി അടുത്തതാണ്.